കോഴിക്കോട് ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമായ ആദ്യ ബ്ലാസ്റ്റിംഗ് മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ ചെയ്തു നിർവഹിച്ചു. നിർമ്മാണ മേഖലയിൽ നേരിട്ടെത്തിയ മുഖ്യമന്ത്രി വിദഗ്ധ സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആദ്യ ബ്ലാസ്റ്റിംഗ് നിർവഹിച്ചത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. മറിപ്പുഴ പദ്ധതി പ്രദേശത്ത് അതീവ ജാഗ്രതാ നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവേശനം മാധ്യമപ്രവർത്തകർക്കും നിർമ്മാണ മേഖലയിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്നിങ്ങനെ ക്രമീകരിച്ചിരുന്നു. അതേസമയം പൊതുജനങ്ങൾക്കായി മുത്തപ്പൻപുഴ LP സ്കൂളിൽ തത്സമയ സംപ്രേക്ഷണം സംവിധാനങ്ങൾ ഒരുക്കി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ, താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമൻജിയോസ് ഇഞ്ചനാനിയൽ, MLA ലിൻഡോ ജോസഫ്, കിഫ്ബി CEO ഡോക്ടർ KM അബ്രഹാം, പൊതുമരാമത്ത് സെക്രട്ടറി K ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആദ്യമായി തന്നെ കൊങ്കൺ റെയിൽവേ എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് പ്രതിനിധികളെ പരിചയപ്പെടുന്നു. അഭിമാനത്തോടെയും വലിയ പ്രതീക്ഷയോടെയും എല്ലാവരുടെയും അനുമതിയോടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് അതിന്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ വേണ്ടി മാന്യനായിട്ടുള്ള ടണൽ ബ്ലാസ്റ്റിംഗ് എക്സ്പേർട്ട് അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. അതോടൊപ്പം 2025 ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളായ താൽക്കാലിക പാലം, ക്രഷർ യൂണിറ്റ്, ഫ്യുവൽ ടാങ്ക്, തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ക്യാമ്പ്, ഷെഡ് എന്നിവയെല്ലാം പൂർത്തിയാക്കിയാണ് പദ്ധതിയുടെ പ്രധാന ഘട്ടങ്ങളിലൊന്നായ ബ്ലാസ്റ്റിംഗ് സാധ്യമാക്കിയിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും പലരും കാണാതിരുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. മണിക്കൂറുകളോളം വയനാട്ടിലെത്താൻ കാത്തു നിൽക്കുന്ന ജനത ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്നും ഈ കേരളം കൂടുതൽ അടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഇതിന്റെ പ്രതിഫലനം വളരെ പോസിറ്റീവായി ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഈ ബ്ലാസ്റ്റിംഗ് അനാവശ്യ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും നേരെയുള്ള ബ്ലാസ്റ്റിംഗ് കൂടിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 8.73 കിലോമീറ്റർ തുരങ്കപാത കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ നിന്ന് ലഭ്യമാക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. പദ്ധതിയുടെ നടത്തിപ്പിനും നിർവഹണത്തിനുമുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് ധാരണ. ഒരു ടണൽ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫസ്റ്റ് ടണൽ ബ്ലാസ്റ്റിംഗ് എന്നുള്ളത്. ആ ഫസ്റ്റ് ടണൽ ബ്ലാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അല്പസമയത്തിന് മുമ്പേ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ബ്ലാസ്റ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ എന്തുമാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി വളരെയധികം തയ്യാറെടുപ്പുകൾ നടന്നിരുന്നു. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കോഡൽ പ്രൊവിഷൻസും എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലാസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറി. ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഘടനയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതും ഇനി മുന്നോട്ടുള്ള യാത്രയിലേക്കുള്ള ഒരു കാര്യമാണ് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു മുഴക്കം എന്ന് പറയുന്നത്, ഇത് മുഴക്കം നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മുഴക്കം എന്ന് പറയുന്നത് കേരളത്തിലുള്ള വികസനത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളം കാണുന്ന വികസനത്തിൻ്റെ ഒരു മുഴക്കം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊരു ഡ്യുവൽ ടണലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടണലുണ്ട്. രണ്ടും ഡബിൾ ലൈൻ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള 10 മീറ്റർ വ്യാസമുള്ള 2 ടണലായിരിക്കും. അതിൻ്റെ ഫിനിഷ്ഡ് വ്യാസമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾക്കിനി 4
അറ്റാക്ക് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് 2 സൈഡ് നമ്മൾക്ക് വയനാട് സൈഡിൽ നിന്നും 2 സൈഡ് കോഴിക്കോട് സൈഡിൽ നിന്നും. അപ്പോൾ ഇപ്പോൾ ഒരു ബ്ലാസ്റ്റിംഗ് മാത്രമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അടുത്ത ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ ഫേസുകളിലും, ഈ 4 ഫേസുകളിലും ബ്ലാസ്റ്റിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ടണലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ടണൽ നല്ല ഒരു റോക്ക് കണ്ടീഷൻ ഉള്ള ഒരു മലയിലൂടെയാണ് അടിയിലൂടെയാണ് പോകുന്നത്. അത് ടണലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ടണൽ കൺസ്ട്രക്ഷൻ വളരെ സുഗമമായിട്ട് തന്നെ നടക്കും എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ ദീർഘം 8.11 കിലോമീറ്ററാണ്. ഇതിൻ്റെ അപ്രോച്ച് റോഡ് എല്ലാം കൂടെ ചേർത്ത് 8.375 കിലോമീറ്റർ ഉണ്ട്. 2134 കോടിയാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ സാങ്ഷൻ ഈ പദ്ധതിക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ടണൽ പദ്ധതി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ തീർക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ടണലിൽ പ്രത്യേകിച്ചും ടണൽ മറ്റുള്ള നമ്മുടെ സ്ട്രക്ചർ പോലെയുള്ള നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ ഭൂമിക്കടിയിൽ 1 കിലോമീറ്ററിൻ്റെ അടിയിൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ പണി ചെയ്യുന്നതിന് മുമ്പിൽ നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ബ്ലാസ്റ്റിംഗ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും നമ്മളതിൻ്റെ റോക്കിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ക്വാളിറ്റി, ഇതങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ ഈ ടണൽ ബ്ലാസ്റ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങളാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 2134.5 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ACV ന്യൂസ്, കോഴിക്കോട്.